ഒരു പാട്ട് പാടാൻ പോവാണ്. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയെടുത്തല്ലോ, ഉണ്ണിച്ചാടിമല്ലിട്ടല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ, സന്ധ്യ വരും മുമ്പേ പന്ത് കളിക്കണ്ടേ. നമ്മളിപ്പോ ചാടി പറയാനാണ് പോകുന്നത്, അതാണ് മൂഡ്. അതുകൊണ്ടാണ് ലിറിക്സ് കറക്റ്റ് ആയിട്ട് വരാത്തത്. കാരണം ഞങ്ങളിപ്പോ ഉള്ളത് ആറായിപ്പുഴ ഹാങ്ങിങ് ബ്രിഡ്ജിലാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് പോയാൽ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു സ്പോട്ട്. ശരിക്കും ഫോട്ടോസൊക്കെ കണ്ടെങ്കിൽ ഇത് തായ്ലൻഡ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്താ പറയാ, പടന്നക്കാടിനടുത്തുള്ള ഈ ഒരു ബ്രിഡ്ജ്, ഹാങ്ങിങ് ബ്രിഡ്ജ്, അതിമനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. പോയാലോ? കുറെ നാരോ ആയിട്ടുള്ള റോഡ് വഴിയൊക്കെയാണ് നമ്മൾ കയറുന്നത്. ചുറ്റും മൊത്തം പച്ചയാണ്. നമ്മൾ ആക്ച്വലി ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു, അപ്പോൾ ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പകൽ ഒന്നും കൂടിയും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ. എൻ്റെ അമ്മ പൊളിയല്ലേ. ചിന്നു, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ കഴുത്തിന് എന്ത് പറ്റിയെന്ന് എന്റെ ഇൻസ്റ്റാ സ്റ്റോറി കണ്ടിട്ട്. ചെറിയൊരു സ്പ്രെയിൻ ആയതാട്ടോ. അപ്പൊ ചോദിക്കുന്നവർക്ക് ഇൻഫർമേഷനായി പറയാണ്, ചെറിയൊരു സ്പ്രെയിൻ ആയതാ. നമ്മൾ ഈ സ്ഥലമൊക്കെ വല്ല തായ്ലൻഡിലോ ജപ്പാനിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ വാവ് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോട്ടോസൊക്കെ എടുക്കും. പക്ഷെ വീട്ടിന്റെ തൊട്ടപ്പുറമുള്ള ഇത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് വെച്ചിട്ടാണോ നമ്മൾ ബാക്കി I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. Sometimes I feel like all is lost, but I know it's not true. എന്താണ് ഭംഗി. നല്ല കാറ്റുണ്ട്. ഇന്ന് അധികം വെയിലും ചൂടൊന്നുമില്ല. നല്ല കാറ്റും വളരെ നല്ലൊരു ഫീലാണ്. എൻ്റെ അമ്മോ, ഞാനാണോ അനങ്ങുന്നത്? ഹാങ്ങിങ് ബ്രിഡ്ജാണോ അതോ ഈ വെള്ളമാണോ? ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു നമുക്കൊരു ഇല്യൂഷൻ ഫീലിംഗ് ആണ് മൊത്തത്തിൽ ഇവിടെ ഒറ്റയ്ക്ക് എനിക്കിപ്പം നടക്കുമ്പോൾ. ഒരിക്കലും ഈ ഫിയർ ഉള്ളവരൊന്നും താഴോട്ട് നോക്കി നടക്കാൻ പാടില്ല കേട്ടോ. കാരണം എന്നാ പേടിയാവും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ. ഇന്നലെ രാത്രി വിഷ്ണുട്ടൻ എൻ്റെ ഫ്രണ്ടിലും അളിയൻ എൻ്റെ ബാക്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരു പേടി. പക്ഷെ സാരല്ല, നിങ്ങളുണ്ടല്ലോ എൻ്റെ ഒപ്പം നടക്കുന്ന. താക്കിട്ടു ഹായ്. താക്കിട്ടു എവിടെയാണുള്ളത്? അവിടെ ഉണ്ടോ? ഇത് കേറിയോ? ഇതെന്താണിത്? വാട്ടർ ആണോ? യു ലൈക്ക് ദ ബ്രിഡ്ജ്? വാവ്. അത് തനു അമ്മയാണ്, എൻ്റെ അളിയൻ്റെ അമ്മയാണ്. എന്താ ഭംഗിയല്ലേ. ശരിക്കും ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഒക്കെ പരിസരത്ത് താമസിക്കുന്നവർക്ക് ശരിക്കും ലക്കി തന്നെയാട്ടോ. അത്രയും നല്ല കാറ്റും നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ഇതാ നടന്ന് ഏകദേശം ഇതിൻ്റെ അറ്റം വരെ ഞാൻ എത്തി. ഇത് ഏകദേശം ഒരു 100 മീറ്റേഴ്സോളം ഉണ്ട് ഈ ബ്രിഡ്ജ്. നമ്മൾ ഇന്നലെ വന്ന സമയത്ത് ആദ്യമായിട്ട് കയറുന്നതിൻ്റെയും ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒക്കെ ഒരു ചെറിയ പേടി കാരണമാണ് കുറച്ച് അധികമായി അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ടെസ്റ്റഡ് ഓക്കെ, ഡബിൾ ഓക്കെ.
അപ്പം ഈ ഭാഗത്തേക്കൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്ത് നല്ല കിടിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണത്. ഞാനിപ്പം എടുക്കുന്ന ഫോട്ടോസ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചത്. ഓക്കെ, ഇന്നലെ ഞാൻ അനന്തപുരം അമ്പലത്തിലേക്ക് പോയിരുന്നു. അവിടുത്തെ നമ്മുടെ ബബിയ മുതലക്കുട്ടീൻ്റെ ഒക്കെ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു ഒന്ന് വ്ളോഗ് ആക്കാമോന്ന്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ക്യാമറാസ് അലൗഡ് അല്ല. പിന്നെ ഇന്നലെ ഒത്തിരി തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ക്യാമറ അലൗഡും അല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണത് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലും കൂടി ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐതിഹ്യമൊക്കെ കേൾക്കാൻ എന്ത് രസമാണ്. ശരിക്കും നമ്മുടെ നേച്ചറിനൊക്കെ ഇത്രയും വലിയൊരു അൺബിലീവബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടെന്നും നമ്മൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത മിറക്കിൾസ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്നുള്ളതൊക്കെ അതിൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ലോകത്തെ ഒരേ ഒരു വെജിറ്റേറിയൻ ക്രോക്കഡൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അപ്പം ആ ക്രോക്കഡൈൽ കഴിക്കുന്നത് എന്നും നിവേദ്യ ചോറാണ്. പൂജാരി പോയി അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസനീയമായിരിക്കില്ല, പക്ഷെ നമ്മളെ കൺമുമ്പിൽ നമ്മളത് കാണുമ്പം വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് അത്ഭുതം ഉള്ള കാര്യങ്ങളാണതൊക്കെ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഞാൻ അറിയുമ്പോൾ, ഞാൻ നേരിട്ട് കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് ഷെയർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ എവിടുന്ന് പോവാണ്. ഇതൊരു ചെറിയൊരു വ്ളോഗ്, നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ നാട്ടിലെ ആരായിപ്പുഴ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ്.